പശ്ചിമേഷ്യ വീണ്ടും ഒരു മഹായുദ്ധത്തിന്റെ മുനമ്പിൽ നിൽക്കുകയാണ്. ലോകത്തെ വിറപ്പിക്കുന്ന വാർത്തകളാണ് ഓരോ നിമിഷവും പുറത്തു വരുന്നത്. ഇറാന്റെ മണ്ണിൽ കാലുകുത്തുന്ന അമേരിക്കൻ സൈനികർക്ക് അവിടെ ശവപ്പെട്ടികൾ തയ്യാറാണെന്ന ടെഹ്റാൻ ടൈംസിന്റെ മുഖപ്രസംഗം കേവലം ഒരു ഭീഷണിയല്ല, മറിച്ച് ഒരു ജനതയുടെ അതിജീവനത്തിനായുള്ള പോരാട്ട വീര്യത്തിന്റെ പ്രഖ്യാപനമാണ്. നരകത്തിലേക്ക് സ്വാഗതം എന്ന ആ തലക്കെട്ട് വാഷിംഗ്ടണിലെ അധികാര കേന്ദ്രങ്ങളെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചിരിക്കുകയാണ്. 10,000-കണക്കിന് സൈനികരെ മേഖലയിലേക്ക് അയച്ച് ഇറാനെ വിരട്ടാമെന്ന് മോഹിക്കുന്ന അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് ഇത്തവണ പിടിക്കുകയാണോ? മിയാമിയിലെ ആഡംബര വേദിയിലിരുന്ന് ഇറാന്റെ സൈനിക ശേഷി പൂർണ്ണമായും തകർന്നുവെന്ന് അവകാശപ്പെടുന്ന ട്രംപിന്റെ വാക്കുകളിൽ മുഴങ്ങുന്നത് വെറും അഹങ്കാരം മാത്രമാണ്. മൊജ്തബ ഖമേനി കൊല്ലപ്പെട്ടുവെന്നും ഇറാന്റെ വ്യോമ നാവിക സേനകൾ ഇല്ലാതായെന്നും ലോകത്തോട് വിളിച്ചു പറയുമ്പോൾ ട്രംപ് മറന്നുപോകുന്ന ഒരു സത്യമുണ്ട്. ഇറാൻ എന്നത് കേവലം ഒരു ഭൂപടമല്ല, അതൊരു വികാരമാണ്. ആധുനിക യുദ്ധതന്ത്രങ്ങളെയും സാങ്കേതിക വിദ്യയെയും അതിശയിപ്പിക്കുന്ന പ്രതിരോധ കോട്ടകൾ ഇറാനുണ്ടെന്ന് ലോകത്തിനറിയാം. 850ഓളം മിസൈലുകൾ ഇതിനകം തന്നെ വർഷിക്കപ്പെട്ടു കഴിഞ്ഞു എന്നാണ് റിപ്പോർട്ടുകൾ. അമേരിക്കൻ അധിനിവേശത്തിനു മുന്നിൽ മുട്ടുമടക്കാൻ ഇറാൻ തയ്യാറല്ല എന്നതിന്റെ കൃത്യമായ തെളിവാണ് ഓരോ മിസൈൽ വർഷവും. അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും നീക്കങ്ങൾ പശ്ചിമേഷ്യയെ ചുട്ടുചാമ്പലാക്കാൻ ലക്ഷ്യമിട്ടുള്ളതാണ്. ഇറാനിലെ ഊർജ്ജ കേന്ദ്രങ്ങളെയും ആണവ നിലയങ്ങളെയും ലക്ഷ്യം വെച്ച് നടത്തുന്ന ഈ ആക്രമണങ്ങൾ അന്താരാഷ്ട്ര നിയമങ്ങളുടെ ലംഘനമാണ്. സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ 2000ഓളം പേർ കൊല്ലപ്പെട്ടുവെന്ന കണക്കുകൾ പുറത്തു വരുമ്പോൾ ഇതിനെ സമാധാന ചർച്ചകൾ എന്ന് വിശേഷിപ്പിക്കാൻ ട്രംപിന് എങ്ങനെ സാധിക്കുന്നു? സമാധാനത്തിന്റെ 15 നിർദ്ദേശങ്ങൾ മുന്നോട്ട് വയ്ക്കുമ്പോഴും മറുഭാഗത്ത് സൈനിക നീക്കം ശക്തമാക്കുന്ന ഇരട്ടത്താപ്പാണ് അമേരിക്ക പയറ്റുന്നത്. ഇത് ലോകത്തെ വിഡ്ഢികളാക്കാനുള്ള തന്ത്രം മാത്രമാണ്. അതേസമയം അമേരിക്ക പുകഴ്ത്തുന്ന ഇസ്രായേൽ സൈന്യം ഇന്നകത്തുനിന്ന് തകരുകയാണ്. IDF മേധാവി EL സാമീർ തന്നെ സമ്മതിക്കുന്നു, സൈനിക ക്ഷാമവും മാനസിക സമ്മർദ്ദവും കാരണം ഇസ്രായേൽ തകർച്ചയുടെ വക്കിലാണെന്ന്. സൈനിക സേവനത്തിനായി പുതിയ നിയമങ്ങൾ കൊണ്ടുവന്നില്ല എങ്കിൽ IDF തകരുമെന്ന വെളിപ്പെടുത്തൽ ഇസ്രായേലിന്റെ പ്രതിരോധ കോട്ടകളിലെ വിള്ളലുകളാണ് കാണിക്കുന്നത്. ഹിസ്ബുള്ളയുടെയും ഹൂതികളുടെയും പ്രത്യാക്രമണത്തിൽ പതറുന്ന ഇസ്രായേലിനെ താങ്ങി നിർത്താൻ അമേരിക്ക പെടാപ്പാട് പെടുകയാണ്. ഡൊണാൾഡ് ട്രംപിന്റെ വാക്കുകൾ ശ്രദ്ധിക്കുക. അദ്ദേഹം പറയുന്നത് തനിക്ക് പരാജയപ്പെട്ടവരുടെ കൂടെ ഇരിക്കാനാണ് ഇഷ്ടമെന്നാണ്. ശരിയാണ്, ലോകമെമ്പാടും പരാജയപ്പെട്ട അധിനിവേശങ്ങളുടെ ചരിത്രമുള്ള അമേരിക്കയ്ക്ക് ഇതിൽ കൂടുതൽ എന്ത് പറയാൻ സാധിക്കും? വിയറ്റ്നാമിലും അഫ്ഗാനിസ്ഥാനിലും കണ്ട ആ പരാജയം ഇറാനിലും ആവർത്തിക്കപ്പെടും എന്ന ഭീതിയാണ് അമേരിക്കൻ ഭരണകൂടത്തെ നയിക്കുന്നത്. ചർച്ചകൾക്കായി ഇറാൻ യാചിക്കുന്നുവെന്ന ട്രംപിന്റെ അവകാശവാദം വെറും രാഷ്ട്രീയ തമാശ മാത്രമാണ്. മറിച്ച് മാന്യമായ ഒരു പിന്മാറ്റത്തിനായി ലോകരാഷ്ട്രങ്ങളുടെ സഹായം തേടുന്നത് യഥാർത്ഥത്തിൽ അമേരിക്കയല്ലേ? പശ്ചിമേഷ്യയിലെ ഈ സംഘർഷം വെറും ഒരു പ്രാദേശിക തർക്കമല്ല, ഇത് ലോകക്രമത്തെ തന്നെ മാറ്റിമറിക്കാൻ പോകുന്ന ഒന്നാണ്. ഇറാനെ തകർക്കാൻ ശ്രമിക്കുന്നവർ ഓർക്കുക, ആയുധബലം കൊണ്ട് ഒരു ജനതയുടെ ആത്മവീര്യത്തെ തകർക്കാനാവില്ല. ട്രംപിന്റെ ഭീഷണികൾക്കും ഇസ്രായേലിന്റെ മിസൈലുകൾക്കും മുന്നിൽ തല കുനിക്കാതെ ഇറാൻ ഉയർത്തുന്ന പ്രതിരോധം ലോകത്തിലെ അടിച്ചമർത്തപ്പെട്ട രാജ്യങ്ങൾക്ക് നൽകുന്ന സന്ദേശം വലുതാണ്. ഈ യുദ്ധം അവസാനിക്കുമ്പോൾ ചരിത്രം ആരെ വിജയികളായി അടയാളപ്പെടുത്തുമെന്നത് കാലം തെളിയിക്കും. പക്ഷേ ഒന്നുറപ്പാണ്, അഹങ്കാരത്തിന്റെ ശവപ്പെട്ടികൾ പശ്ചിമേഷ്യൻ മണ്ണിൽ ഇതിനകം ഒരുങ്ങിക്കഴിഞ്ഞു.